ഞാൻ എങ്ങാനും തോറ്റുപോയാൽ കരയാതിരിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ഇതാണ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെ കഷ്ടതകളും നമ്മുടെ കുടുംബങ്ങളിലെ ദാരിദ്ര്യങ്ങളും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും നമ്മളെ വിട്ടുപോകും. ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കഥയാണ്. അതായത് കരയാതിരിക്കുക, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുക, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക എന്ന ഒരു വിഷയമാണെന്ന് ധ്യാന ചിന്തയിലുള്ളത്. ഇത് ഒരു കുഞ്ഞിൻ്റെ കഥ ചിറകുകൾ എന്ന പുസ്തകത്തിൽ വലിയ പ്രശസ്തനായ ബ്രദർ ഷാജൻ അറക്കൽ എഴുതിയ പുസ്തകമാണ് ചിറകുകൾ. അതിനകത്തുള്ളൊരു കുഞ്ഞു കഥയാണ് കരയാതിരിക്കുക. അത് സംഭവം ഇങ്ങനെയാണ്. ഒരു സ്കൂളിൽ ഒരു ഓട്ടമത്സരം നടക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഓടുന്നതിന് വേണ്ടി ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ്. അവർ ഗെറ്റ് റെഡിയൊക്കെ പറയാൻ പോകുകയാണ്. അതിനു മുൻപൊരു ടീച്ചർ നോക്കുമ്പോൾ ഒരു കുഞ്ഞിങ്ങനെ കരങ്ങൾ കൂപ്പി പിടിച്ച് മിഴികൾ പൂട്ടി അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടു. അപ്പോൾ ആ ടീച്ചറിന് ഒത്തിരി സന്തോഷമായി. ടീച്ചർ മറ്റുള്ള അധ്യാപകരോട് പറഞ്ഞ്, നോക്കിക്കുക, ആ കുഞ്ഞിനെ കണ്ടോ, അവൻ ഓട്ടത്തിന് മുൻപ് കരങ്ങൾ കൂപ്പി പിടിച്ച് മിഴികൾ കൂപ്പി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റേ ടീച്ചർമാരൊക്കെ എല്ലാ കുഞ്ഞിനെ നോക്കി. അങ്ങനെ വിസിൽ കൊടുത്ത് കുഞ്ഞുങ്ങൾ ഓടാൻ തുടങ്ങി. ഈ ടീച്ചർ ആഗ്രഹിച്ച ദൈവമേ ആ പ്രാർത്ഥിച്ച കുഞ്ഞിന് സമ്മാനം കിട്ടണമേ. പക്ഷെ നിർഭാഗ്യവശാൽ ആ പ്രാർത്ഥിച്ച കുഞ്ഞിന് സമ്മാനം കിട്ടിയില്ല. ഈ ടീച്ചർ ഉടനെ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ടീച്ചർ ചെന്നപാടെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോൻ വിഷമിക്കണ്ട കേട്ടോ, മോൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും മോന് സമ്മാനം കിട്ടിയില്ലല്ലോ എന്നോർത്ത് മോൻ വിഷമിക്കണ്ട കേട്ടോ. അവൾ കുഞ്ഞു ടീച്ചറിനോട് പറയുക, അയ്യോ ടീച്ചറെ, എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ എങ്ങാനും തോറ്റുപോയാൽ കരയാതിരിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ഞാൻ കരഞ്ഞില്ലല്ലോ ടീച്ചറെ എന്ന ചോദ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിത മേഖലകളിൽ പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളും തളർച്ചകളും വരുമ്പോൾ, നമ്മളൊക്കെ പതറിപ്പോകുമ്പോൾ, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിലവിളിക്കാറുണ്ട്. ഇവിടെ കുഞ്ഞ് പറയണത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറവുകളുണ്ടായാൽ, ഞാൻ തോറ്റുപോയാൽ, ഞാൻ ആഗ്രഹിക്കുന്ന വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ കരയാതിരിക്കാനുള്ള കൃപ ദൈവമേ എനിക്ക് തരണമേ. ഹൃദയം പൊട്ടാതിരിക്കാനുള്ള, വിഷമിക്കാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ആ കുഞ്ഞ് പറഞ്ഞ പോലെ, ടീച്ചറെ നോക്കിക്ക്, ഞാൻ കരഞ്ഞില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ് കരയാതിരിക്കാനുള്ള ഭാഗ്യം, നിലവിളിക്കാതിരിക്കാനുള്ള ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിരാശപ്പെടാതിരിക്കാനുള്ള ഭാഗ്യം. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളെ ദേഷിക്കുന്നവരിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കും. നമുക്കെതിരെ പരദൂഷണം പറയുന്നവരിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കും. നമ്മളെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് നമ്മെ ദൈവം സംരക്ഷിക്കും. നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരിൽ നിന്ന് ദൈവം നമ്മളെ സംരക്ഷിക്കും. നമ്മളെ ചതിക്കുന്നവരിൽ നിന്ന് ദൈവം നമ്മളെ സംരക്ഷിക്കും. ഈ അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് യാക്കോബിന്റെ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് എന്ത് ദുരന്തമാണെങ്കിലും, നിന്റെ ജീവിതത്തിൽ എന്ത് ട്രാജഡി ആണെങ്കിലും, ഏത് തകർച്ചയാണെങ്കിലും നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. ദൈവം നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ നീ നിരാശപ്പെടാതിരിക്കാൻ, നീ നിലവിളിക്കാതിരിക്കാൻ, നീ ബന്ധിക്കപ്പെടാതിരിക്കാൻ ദൈവം നിന്നെ കാത്തുകൊള്ളും എന്നുള്ള വചനമാണ് നാം വായിച്ചു കേൾക്കുന്നത്. വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനാണല്ലോ ബഹുമാനപ്പെട്ട ജീൻ ഹെൻറി ഫെയ്ബർ. ഒരിക്കൽ ജീൻ ഹെൻറി ഫെയ്ബറിനോട് ഒരു യുവാവ് ചോദിച്ചു, അങ്ങ് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ ഒട്ടും താമസിക്കാതെ പറഞ്ഞു, ഉണ്ട്.
അപ്പോൾ ആ യുവാവ് ചോദിച്ചു, കാരണം എന്താ? ദൈവത്തെ വിശ്വസിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അപ്പോൾ അദ്ദേഹം കൊടുത്ത ഉത്തരമാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഓരോ മേഖലകളിൽ, തൊഴിൽ മേഖലകളാകട്ടെ, കുടുംബജീവിതത്തിലാകട്ടെ, ശുശ്രൂഷ മേഖലകളിലാകട്ടെ, ഏത് മേഖലകളിലാണെങ്കിലും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പം ദൈവം എൻ്റെ ഓരോ പാതയിലും, എൻ്റെ ഓരോ കാൽവയ്പ്പുകളിലും, എൻ്റെ ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിൻ്റെ അഭിഷേകം എനിക്ക് ലഭിക്കും. ദൈവമാണ് ശക്തനെന്ന് ഞാൻ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനത്തിലേക്ക് കടന്നു ചെന്നാൽ, വിശുദ്ധ വചനം എന്ന് പറയുന്നത് ദൈവം കൂടെയുള്ള കുറെ മനുഷ്യരുടെ കഥയാണല്ലോ. പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന കുറെ ആൾക്കാരുടെ ജീവിതകഥയാണ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ദൈവപുരുഷനാണ്, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രവാചകനാണ് എലീശ പ്രവാചകൻ. എലീശ പ്രവാചകൻ വർഷങ്ങളോളം ഏലിയ പ്രവാചകന്റെ ദാസനായിരുന്നു. പറയത്തക്ക വലിയ അത്ഭുതങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ചെയ്തില്ലെങ്കിലും എലീശായുടെ എളിമയും എലീശായുടെ നിഷ്കളങ്കതയും ഏലിയായെ ശുശ്രൂഷിക്കുന്നതിൽ അദ്ദേഹം സമയം ചെലവഴിച്ചു കൊണ്ടിരുന്നു. ഈ എലീശ പ്രവാചകന്റെ ജീവിതത്തിൽ 3 സംഭവങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്നാമത്തെ സംഭവം 2 രാജാക്കന്മാരുടെ പുസ്തകം 32 മുതൽ 41 വരെയുള്ള വചനങ്ങളാണ്. അവിടെ നോക്കിക്കേ, ദൈവപുരുഷനാണ് എലീശ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവനാണ് എലീശ. അപ്പോഴുള്ള കൃപയും അഭിഷേകവുമാണ് നാം ധ്യാനിക്കുന്നത്. അവിടെ ആ കാലഘട്ടത്തിൽ ആ രാജ്യത്ത് വലിയ ക്ഷാമം ഉണ്ടാകുകയാണ്. ഭക്ഷിക്കാനായിട്ടൊന്നുമില്ല, ആടുമാടുകൾക്ക് പോലും ഭക്ഷിക്കാൻ ഒന്നുമില്ല എന്നാണ് പറയണത്. അത്തരത്തിലുള്ളൊരവസ്ഥയിൽ എലീശ പ്രവാചകന്റെ കൂടെ ഒരുപാട് പ്രവാചകന്മാർ വന്നു, ഒരുപാട് ശിഷ്യന്മാർ വന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ എലീശ പ്രവാചകൻ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, നോക്ക്, എല്ലാ പ്രവാചകന്മാർക്കും ഭക്ഷണം ഒരുക്കുക. അങ്ങനെ ഈ ഭൃത്യൻ നേരെ വയലിലേക്ക് പോവുകയാണ്. അവിടെ അവശേഷിക്കുന്ന സസ്യങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. അങ്ങനെ ശേഖരിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ ഒരു കാട്ടുമുന്തിരിയും അദ്ദേഹം ശേഖരിക്കുകയാണ്. ഇത് വിഷമാണെന്നറിയാതെയാണ് അത് ശേഖരിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് ഈ കാട്ടുമുന്തിരിയും മറ്റ് സസ്യങ്ങളോടൊപ്പം മുറിച്ച് നല്ലൊരു അവിയൽ അങ്ങോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ പ്രവാചകന്മാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അവരിങ്ങനെ അവിയൽ കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവർ അലമുറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി, പ്രവാചകനെ, ഇതാ ഭക്ഷണത്തിൽ വിഷം തീണ്ടിയിരിക്കുന്നു, ഇതാ മരണം ഇവിടെ അലയടിക്കുന്നു. ഇത് കേട്ടപാടെ എലീശ അങ്ങോട്ട് ചെന്നു. എലീശ ചെന്നിട്ട് ഭൃത്യനോട് പറഞ്ഞു, ഭൃത്യ, എന്തെങ്കിലും മാവ് കുറച്ചിരിപ്പുണ്ടോ? ഉടനെ ആ ഭൃത്യം കൊണ്ടുവന്ന് കുറച്ച് മാവ് കൊടുത്തു. ഈ മാവ് ആ അവിയലിലേക്ക് ഇട്ടു. എന്നിട്ട് എലീശ പ്രവാചകൻ പറയുകയാണ്, ഇനി അത് വിളമ്പിക്കൊടുക്കുക, അത് ഭക്ഷിക്കട്ടെ, ഇനി വിഷം തീണ്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതവിടെ ആ മാവിൻ്റെ പ്രത്യേകതയല്ല, നേരെ മറിച്ച് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ദൈവപുരുഷനായ എലീശയുടെ കൃപയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ ഒരു സംഭവം, ഈ ശിഷ്യന്മാരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ കുറച്ച് അപ്പവും 20 ബാർലി അപ്പവും കൊണ്ടുവരികയാണ്. ഉടനെ എലീശ പറഞ്ഞു, ആ സഹോദര, ഉടനെ തന്നെ അതെൻ്റെ 100 ശിഷ്യന്മാർക്ക് അങ്ങോട്ട് വീതിച്ചു കൊടുക്കൂ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അയ്യോ, ഈ 20 ബാർലി അപ്പം കൊണ്ട് എങ്ങനെയാണ് 100 പേർക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റുക? വിളമ്പുകാരൻ ആകെ വിഷമിച്ചു. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, ദൈവത്തിൻ്റെ നാമത്തിൽ പറഞ്ഞു, അത് വിളമ്പിക്കൊടുക്കുക, അവർ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ, മിച്ചം വരും. ഇതാണ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെ കഷ്ടതകളും നമ്മുടെ കുടുംബങ്ങളിലെ ദാരിദ്ര്യങ്ങളും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും നമ്മളെ വിട്ടുപോകും. കാരണം നമ്മുടെ ദൈവം നമ്മളെ കരയിപ്പിക്കുന്ന ദൈവമല്ല. കരയാതിരിക്കാൻ ഏത് വേദനകളുടെ ഇടയിലും നമുക്ക് ശക്തി തരുന്നവനാണ്. മൂന്നാമത്തെ സംഭവം, ഇങ്ങനെ പ്രവാചകന്മാരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഒരിക്കലും ശിഷ്യൻ പറഞ്ഞു,
പ്രവാചകനെ, നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് സൗകര്യങ്ങൾ പോരാ, അതുകൊണ്ട് നമുക്ക് ജോർദാൻ്റെ അടുത്ത് ചെന്ന് അവിടെ കുറച്ച് പുതിയ ഭവനങ്ങൾ പണിതാലോ? എലീഷ സമ്മതിച്ചു. അങ്ങനെ അവർ ജോർദാൻ നദിക്കരയിൽ ചെന്ന് തടിയെല്ലാം വെട്ടി പുതിയ വീടുകൾ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പണിക്കാരൻ തൻ്റെ കോടാലി കൊണ്ടൊരു തടി വെട്ടിയപ്പോൾ ആ കോടാലി ഊരി വെള്ളത്തിൽ പോയി. ഇയാൾ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ദൈവപുരുഷ, ഇത് ഞാൻ കടം വാങ്ങിയതാണ്, ഇതെനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ അപമാനിക്കപ്പെടും, ഞാൻ അവഗണിക്കപ്പെടും, എന്നോട് കരുണയായിരിക്കണമേ. ഉടനെ ദൈവപുരുഷനായ എലീഷ ആ ജോർദാൻ നദിക്കരയിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹം ഒരു വടിയെടുത്ത് പ്രാർത്ഥിച്ച് ആ വെള്ളത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ കോടാലി അത് വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്, അത് മുകളിലേക്ക് പൊങ്ങി വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഏത് വിഷം തീണ്ടിയാലും ശരി, ഏത് ദാരിദ്ര്യമായാലും ശരി, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പെട്ടുപോകുന്ന ഏത് പ്രശ്നങ്ങളായാലും ശരി, ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ അസാധാരണമായ രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതാണ് എലീഷ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നാം വായിച്ചറിയുന്നത്. ഇതാണ് കർത്താവായ ഈശോ പാലസ്തീന തെരുവീതികളിൽ വേദനിക്കുന്നവരുടെ പക്ഷം നിന്നത്, പാപികളുടെ പക്ഷം നിന്നത്, രോഗികളുടെ കൂടെ നടന്നത്, ചെകിടന് കേൾവിശക്തി കൊടുത്തത്, കുരുടന് കാഴ്ചശക്തി കൊടുത്തത്. അതേ ഈശോയാണ്, അതേ ദൈവമാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മുൻപിൽ സന്നിഹിതനായിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് കരയാതിരിക്കാൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രബലപ്പെടും, ശക്തി പ്രാപിക്കും.